ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കഥകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊരു ചാനലിൽ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ ആ കൊറിയർകാരൻ കൊണ്ടുവന്ന പൂവായിട്ട് മനോരമ അഞ്ജലിക്കരികിലേക്ക് ചെല്ലുക. ഇതാരാ കൊണ്ടുവന്നതല്ല, കൊടുത്തയച്ചതാ. ആര് കൊടുത്തയച്ചിരിക്കാനായിട്ട്? അശ്വിൻ്റെ പേരിൽ ആരോ കൊറിയർ ചെയ്തതാ. എന്നാലും ഇത്രയും പൂക്കൾ ഇവനിത് ആര് കൊടുത്തയച്ചായിരിക്കും? അല്ല, ഇതാ എൻ്റെ സംഭവം എന്നൊക്കെ മനോരമ. എന്തായാലും ഇത് ഒറിജിനൽ പൂക്കൾ തന്നെയാണ്, അതാണ് ബ്യൂട്ടിഫുൾ സ്മെല്ല് എന്നും പറഞ്ഞിട്ട് മണത്ത് നോക്കുക. എന്നാലും ഇത് ആരായിരിക്കും സെൻഡ് ചെയ്തത്? അപ്പോൾ സെൻഡ് ചെയ്ത ആളുടെ പേര് അതിനകത്ത് ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. എന്താ ഇതെന്ന് ചോദിച്ചപ്പം ഇത് ബൊക്കെ, ഇത് കൊറിയറിൽ വന്നതാ. ഈ പൂക്കൾ നമ്മുടെ അശ്വിന് ആരോ അയച്ചു കൊടുത്ത പൂക്കളാണ്. കുഞ്ഞനോ? അവനാരാ പൂക്കൾ അയച്ചു കൊടുക്കാനായിട്ട്? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഫ്ലവേഴ്സ് എന്നാൽ ലവ്. അപ്പോൾ അവനോട് ലവ് തോന്നി ആരെങ്കിലും അയച്ചതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി പറഞ്ഞു, ഇതേതെങ്കിലും ക്ലയൻസ് അയച്ചതായിരിക്കും, ഏതെങ്കിലും ഡീലൊക്കെ ആയതിൻ്റെ സന്തോഷത്തിന് എന്ന് പറഞ്ഞ് വിഷയം മാറ്റാം. അപ്പോഴേക്കും നമ്മുടെ മനോരമ പറഞ്ഞു, ലവ് എന്ന് പറയുന്നത് ഒരു ഡീലാണല്ലോ അല്ലേ അഞ്ജലി മോളെ? അല്ല, ആരയച്ചെന്നറിയാൻ പറ്റില്ലേ? അപ്പോഴേക്കും അഞ്ജലി പറഞ്ഞു, ഇതിലതൊന്നും എഴുതിയിട്ടില്ലെന്നേ. ചുറ്റിനും പറ്റിനൊക്കെ നോക്കുകയാണ് നമ്മുടെ മനോരമ. നോക്കിക്കഴിഞ്ഞിട്ടും ഒന്നും കണ്ടില്ല. അപ്പോഴേക്ക് എന്ത് ചെയ്തു? തിരിച്ചും മറിച്ചും എടുത്തിട്ട് കുലുക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു പേപ്പർ. കെട്ടിപ്പോയി. ഐ നോ ഹൂ ഈസ് ദിസ്, ആരയച്ചെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ എടുത്ത് ഇങ്ങനെ നോക്കുക. അയ്യോ, 4 മൈ ലവ്. അയ്യോ, അപ്പം 4 ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ അവന് എന്നൊക്കെ മനോരമ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതിങ്ങനെ ഞാനൊന്ന് നോക്കട്ടെ. മുത്തശ്ശി നോക്കിയിട്ട് മുത്തശ്ശിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ഇതിനകത്ത് പേരൊന്നുമില്ല. ഇതിന് ഇത്രമാത്രം തിങ്ക് ചെയ്യാനൊന്നുമില്ല. ഇതാ പെണ്ണ് തന്നെയായിരിക്കും, അവൻ്റെ ഓഫീസിലൊരുത്തിയില്ലേ. അപ്പോഴേക്കും നമ്മുടെ അഞ്ജലി പറഞ്ഞു, ഓഫീസിൽ ആരെങ്കിലും ആയിരിക്കുന്ന ആൻറ്റി ഉദ്ദേശിച്ചത് അല്ലേ ആൻറ്റി എന്നും പറഞ്ഞ് വിഷയം മാറ്റാൻ നോക്കാം. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, ഓഫീസിൽ ആര്? അല്ല, ഞാൻ അത് തന്നെ ഉദ്ദേശിച്ചേ, അത് തന്നെ. അപ്പോഴേക്കും അത് ആരയച്ചെന്ന് നിനക്കും അറിയത്തില്ല അല്ലേ? അപ്പോൾ അഞ്ജലി പറഞ്ഞു, ഇല്ല എനിക്കറിയില്ല. എനിക്കും ഇപ്പോൾ ഒന്നും അറിയത്തില്ല, പക്ഷെ അറിയും ഞാൻ. അപ്പോൾ അഞ്ജലി പറഞ്ഞു, ഞാൻ മുത്തശ്ശിക്ക് ചായ എടുക്കാം. ആയിക്കോട്ടെ. അങ്ങനെ ചായ എടുക്കാനായിട്ട് നമ്മുടെ അഞ്ജലി അങ്ങോട്ട് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ ശ്രുതി ലാവണ്യെ കാണാനായിട്ട് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യെ കാല പിടിക്കുകയാണ്. അപ്പോൾ എന്തായാലും ലാവണ്യ മേഡം പറയാതെ നിനക്ക് ലാവണ്യ മേഡത്തെ കാണാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അപ്പോയിൻമെൻറ്റോട് നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യാൻ വന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയും. ഇതേ സമയം ഈ ശ്രുതിക്ക് പിന്നിലൂടെ അശ്വിൻ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്തു കേട്ടോ. നിൻ്റെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ബോസ് കേട്ടിരുന്നെങ്കിൽ ഇന്നത്തോടെ നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവുമായിരുന്നു കേട്ടോ. ബോസ് ഇപ്പോൾ ഇതിലെ പാസ് ചെയ്ത് പോയി എന്നിങ്ങനെ പറയാൻ സമയത്താണ് നമ്മുടെ ലാവണ്യയും സോണിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. സോണിയ ലാവണ്യയുടെ കാല് പിടിക്കുക. കാല് പിടിക്കുകയല്ല, അഹങ്കാരത്തോടെ സംസാരിക്കുകയാണ്. എന്നോടിങ്ങനെ നിങ്ങൾ കയർത്ത് സംസാരിക്കുകയാണ്. അത് ലാവണ്യയോട് സോണിയ പറയുകയാണ്, എന്നോട് നിങ്ങളിങ്ങനെ കയർത്ത് സംസാരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാനൊന്നും നിൽക്കത്തില്ല. എന്നെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തതാണ്. ഫസ്റ്റ് ദിവസം തന്നെ എന്നെ ഡിസ്മിസ് ചെയ്തു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? അപ്പം നിന്നെ ഇവിടെ ജോലിക്ക് വെച്ചത് ഞാനാണെങ്കിൽ ആ അധികാരം ഉപയോഗിച്ച് തന്നെ ഞാൻ നിന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവണത്? എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് കുഴപ്പമാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാണോ എന്നാ കേട്ടോ. എനിക്ക് വേണ്ടത് സ്മാർട്ടായ ഒരു അസിസ്റ്റൻറ്റിനെയാണ്, അല്ലാതെ ഓവർ സ്മാർട്ടായ ഒരു അഹങ്കാരിയല്ല എനിക്ക് വേണ്ടത്. ഇപ്പം നിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? യു ജസ്റ്റ് ക്ലിയർ ഔട്ട്. അപ്പോൾ നിൻ്റെ പോസ്റ്റ് വെറുതെ ആയില്ലോ എന്ന് ഓർത്ത് നീ വിഷമിക്കുകയൊന്നും വേണ്ട. അവിടെ നിന്നേക്കാൾ യോഗ്യതയുള്ള ആളെ നിയമിക്കാൻ എനിക്കറിയാൻ മേലായികയൊന്നുമില്ല. അപ്പോഴാണ് നമ്മുടെ ലാവണ്യ നോക്കുമ്പോൾ ശ്രുതിയെ കാണുന്നത്. അപ്പോഴേക്കും ശ്രുതിയെ കണ്ടതും രേഷ്മ കം ഹിയർ എന്നവിടുത്തെ മറ്റേ റിസപ്ഷനിലുള്ള സ്റ്റാഫിനെ വിളിക്കുകയാണ്. എന്തു പറ്റി ലാവണ്യ? എൻ്റെ അസിസ്റ്റൻ്റായിട്ട് നീ തന്ന നോമിനി കൊള്ളാം. ആദ്യ ദിവസം തന്നെ ഇവൾ എൻ്റെ അസിസ്റ്റൻ്റ് ആവാനല്ല, എൻ്റെ ബോസ് ആവാനാണ് ശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞ് സോണിയെക്കുറിച്ച് കുറ്റം പറയാം. ഇനി ഇവളുടെ സേവനം എനിക്ക് ആവശ്യമില്ല. ഇവൾക്ക് ഞാൻ ഡിസ്മിസൽ ഓർഡർ കൊടുത്തിരിക്കുന്നു. എനിക്ക് ഇവളെ ഇപ്പോൾ ഒരു സ്പോൺസർ സെക്രട്ടറി വേണ്ട. കാർട്ടൂൺ ബേബി കം ഹിയർ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി ഓടി ലാവണ്യക്കരികിലേക്ക് വരികയാണ്. ഓടിയല്ല, പേടിച്ച് ഇങ്ങനെ കുടുങ്ങി അന്നനടയൊക്കെ നടന്നു വരികയാണ് കേട്ടോ. അങ്ങനെ വന്ന് നമ്മുടെ കാർട്ടൂൺ ബേബി അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ശ്രുതി കാർട്ടൂൺ ബേബീനെ ഇങ്ങനെ നോക്കി കേട്ടോ, സോണിയെ നോക്കി. അതായത് സോണിയെ പോലെ ഒരാൾ അശ്വിനെ ഇമ്പ്രസ് ചെയ്യും, പക്ഷേ ഈ കാർട്ടൂൺ ബേബിയെ പോലൊരു പട്ടിക്കാട്ട് പെണ്ണ് അശ്വിനെ ഒരിക്കലും ഇമ്പ്രസ് ചെയ്യില്ല.
ഇത് തന്നെയാണ് നമ്മുടെ സോണിയുടെ മനസ്സിൽ കുറിച്ചത്. രേഷ്മ, ഇവളെ അപ്പോയിൻറ്റ് ചെയ്തോളൂ, ഇവളാണ് എൻ്റെ പേഴ്സണൽ സെക്രട്ടറി. അപ്പോൾ അയ്യോ അത് ഡു വാട്ട് ഐ സേ, ഇന്ന് മുതൽ ഇവളാണ് എൻ്റെ പേഴ്സണൽ സെക്രട്ടറി. അപ്പോഴേക്ക് സോണി പറഞ്ഞു, ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചെന്ന് കരുതണ്ട, ഈ നാട്ടിൽ നിയമം കോടതി ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ജസ്റ്റ് ഗെറ്റ് ഔട്ട്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നീ അങ്ങോട്ട് ചെയ്യുക, അത് ഫേസ് ചെയ്യാനേ ഞാൻ റെഡിയാ എന്ന് നമ്മുടെ ലാവണ്യ പറഞ്ഞു. എന്നിട്ട് സോണി അങ്ങ് പോവുകയും ചെയ്തു. എന്താ കാർട്ടൂൺ ബേബി, നിനക്ക് എൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ സമ്മതമല്ലേ? മേഡം, അത് പിന്നെ സേ എസ് ഓർ നോ, ഈ ജോലിക്ക് നിനക്ക് സമ്മതമാണോ അല്ലയോ അത് മാത്രം അറിഞ്ഞാൽ മതി. ആണെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഈ നിമിഷം നീ ഇവിടെ നിന്ന് പോകണം, മനസ്സിലായോ? അപ്പോഴേക്കും കാർട്ടൂൺ ബേബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. അതായത് നമ്മുടെ ശ്രുതി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക. അവസാനം നമ്മുടെ ശ്രുതി ആലോചിച്ച് നോക്കുകയാണ്, അശ്വിനു 1,00,000 രൂപ എങ്ങനെയും കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് ഏത് ജോലിയാണെങ്കിലും സാരമില്ല, ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഗുഡ് കാർട്ടൂൺ ബേബി. അപ്പോൾ അവൾ പറഞ്ഞു, കാർട്ടൂൺ ബേബി അല്ല ശ്രുതി ലക്ഷ്മി, പേരെന്തോ ആയിക്കോട്ടെ, ഇവിടെ ജോലിയാണ് പ്രധാനം. സ്മാർട്ട് ആണെങ്കിൽ നിനക്ക് ഇവിടെ തുടരാം, ഓവർ സ്മാർട്ട് ആണെങ്കിൽ കണ്ടല്ലോ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കും. രചന, ഇവൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് നീയും രേഷ്മയും കൂടി ഒരു കോച്ചിങ് കൊടുത്ത് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നും പറഞ്ഞ് ലാവണ്യ അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴേക്കും രേഷ്മ ഈ കാർട്ടൂൺ ബേബി ഒന്ന് അടിമുടി ഇങ്ങനെ നോക്കുക. നമ്മുടെ ശ്രുതിക്ക് ഒന്നും മനസ്സിലായില്ല കേട്ടോ ഇതെന്താ സംഭവമെന്ന്. വരൂ കാർട്ടൂൺ ബേബി, നമുക്ക് ട്രെയിനിങ് തുടങ്ങാം. അങ്ങനെ എല്ലാവരും ഇവളെ കാർട്ടൂൺ ബേബി എന്ന് തന്നെ വിളിക്കണത്. ഈശ്വര, ഈ കാർട്ടൂൺ ബേബിയെ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ ലാവണ്യയുടെ തീരുമാനം? ഈശ്വര, ഇവിടെ വരുന്ന ക്ലയൻസ് ഇത് സാധനത്തിൻ്റെ കോലം കണ്ടിട്ടുണ്ടെങ്കിൽ തലേ കൈയും വെച്ച് ഓടും. അപ്പോഴേക്ക് ശ്രുതി ഓർക്ക്, ഈശ്വര ഈ നശിച്ച ജോലി വേണ്ടാന്ന് വെച്ചാലോ? വേണ്ട, അങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ, അങ്ങനെ തീരുമാനിച്ച് ശരിയാവില്ല, എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും എനിക്ക് ഈ ജോലി കിട്ടിയേ പറ്റുള്ളൂ, എന്താച്ചാ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയും തീരുമാനിക്കുകയാണ് ഈ ജോലി സ്വീകരിക്കാമെന്ന്. ഇതേ സമയം നമ്മുടെ അശ്വിൻ കാറിലിങ്ങനെ പോവുകയാണ്. ആ സമയത്ത് അശ്വിനൊരു കോള് വരികയാണ്. ഓഫീസിലേക്ക് തിരിച്ചു വരികയാണെന്നോ? ഞാനിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഒന്ന് ഓഫീസിൽ വെച്ച് കാണാം, എന്നാൽ ഞാൻ അവിടെ ഉണ്ടാകും, ബൈ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ഇവൻ തിരിച്ച് വീണ്ടും ഓഫീസിലേക്ക് പോവുക. അതേ കാർട്ടൂൺ ബേബി, ഫസ്റ്റ് ഓഫ് ഓൾ നിൻ്റെ ഈ ഗെറ്റപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യണം, അതാണ് ആദ്യം വേണ്ടത്. ഇതേ ഒരു ഫാഷൻ ഡിസൈനിങ് കമ്പനിയാണ്, അതിന് ചേരുന്ന അപ്പിയറൻസിൽ വേണം നാളെ മുതൽ നീ ഇവിടെ വരാനായിട്ട്. അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു, ഈ വേഷത്തിന് എന്താ കുഴപ്പം? ഈ വേഷത്തിൽ എന്നെ കാണാൻ സുന്ദരിയല്ലേ മാഡം? ശരിക്കും സുന്ദരി തന്നെയാണ്, അത് ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ എന്തുദ്ദേശത്തിലാണ് നീ ഓഫീസിലേക്ക് ജോലിക്ക് വന്നത്? അതെനിക്കൊരു ജോലി ഒന്നും പറഞ്ഞിട്ട് പതുക്കെ അവിടെ നിർത്തുക. മാഡം, എനിക്ക് വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണമായിരുന്നു. എന്താ, നിനക്ക് സ്വന്തമായിട്ട് ഫോണൊന്നും ഇല്ലേ? ഇല്ല. ബെസ്റ്റ്, സ്വന്തമായിട്ടൊരു ഫോൺ പോലും ഇല്ല. നീ ഏത് ലോകത്താണ് എൻ്റെ കൊച്ചെ ജീവിക്കുന്നത്? ലാവണ്യക്ക് പറ്റിയ അസിസ്റ്റൻറ്റിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ലാവണ്യ ഇത് അറിയണ്ട. അപ്പം മാഡം എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കണം. വിളിച്ചോട്ടെ? വേഗം വിളിക്കുക. അങ്ങനെ അവളവിടെ നിന്ന് ലാൻഡ് ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ് നമ്മുടെ ശ്രുതി വീട്ടിലേക്ക്. സ്റ്റാഫൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. ചേച്ചി, ഇത് ഞാൻ ഓഫീസിൽ നിന്നാണ് ഇപ്പോൾ വിളിക്കണത്. ചേച്ചി പറഞ്ഞ ഓഫീസിലല്ല ചേച്ചി ജോലി ശരിയായത്, അവരുടെ തന്നെ അതിലും വലിയൊരു ഓഫീസിലാണ് ജോലി റെഡിയായത്. അപ്പോൾ ഇവളിങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അതായത് അശ്വിനും ശ്രുതിയും തമ്മിൽ കണ്ടുമുട്ടാൻ സമയമായിട്ടില്ല. ഞാൻ വന്നിട്ട് പറയാം, ഇപ്പോൾ എൻ്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക, ഞാൻ വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ ശ്രുതി കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും ASR എന്നിങ്ങനെ പറയുകയാണ്. അതായത് നമ്മുടെ രേഷ്മയും അതായത് സ്റ്റാഫുകൾ അശ്വിൻ അതിലെ പാസ് ചെയ്ത് പോയപ്പോഴേക്കും അയ്യോ ASR എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി ചോദിച്ചു, ഈ ASR എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ പേരല്ലേ? കമ്പനിയുടെ പേര് മാത്രമല്ല, നമ്മുടെ ബോസിൻ്റെ പേരും കൂടി ASR. അല്ല, നിങ്ങൾ ASR എന്ന് പറഞ്ഞ് ഭയക്കണത് എന്തിനാ? എന്നിങ്ങനെ പിറുപിറുക്കുക ഇവർ, ഇതിന് മാത്രം ഭയക്കണത് എന്തിനാ? അപ്പോൾ നീ എന്താടി പിറുപിറുക്കുന്നത്? അല്ല, ഞാൻ പേര് ആലോചിക്കുകയായിരുന്നു. രേഷ്മ, രചന, ASR, നിങ്ങളുടെ പേരൊക്കെ എത്ര ചെറുതാ? അപ്പം നിൻ്റെ പേരോ? ശ്രുതി, അത് ചെറുതല്ലേ? എൻ്റെ പേര് ശ്രുതി എന്ന് മാത്രമല്ല, ശ്രുതികുമാരി ലക്ഷ്മി എന്നാണ് എൻ്റെ മുഴുവൻ പേര്. ശ്രുതി ലക്ഷ്മീനെ സ്കൂളിലും ശ്രുതിനെ വീട്ടിലും വിളിക്കും. ശ്രുതികുമാരി ലക്ഷ്മി എന്നാൽ ഇങ്ങ് വന്നാട്ടെ എന്ന് സ്റ്റാഫുകൾ പറയും. എല്ലാവരും ഒന്ന് പരിചയപ്പെടണ്ടേ? കമോൺ ബാ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് പോവാം. എന്തായാലും സ്റ്റാഫുകളെല്ലാവരും വന്നു. അപ്പോഴേക്കും ഈ രേഷ്മയൊക്കെ ശ്രുതിയെ ഇങ്ങനെ പരിചയപ്പെടുത്താണ്. എല്ലാവരും ശ്രുതിയെ കണ്ട് അടിമുടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എല്ലാവരും അന്തം വിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്. ഇനി നിൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ, എല്ലാവർക്കും നീ തന്നെ നിന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോഴേക്കും ശ്രുതി അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക.
പറഞ്ഞത് കേട്ടില്ലേ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ പരിഭ്രാന്തിയോടെ നോക്കത്തില്ലേ, അങ്ങനെ നോക്കിയിട്ടൊന്ന് ചിരിച്ചിട്ട് കൈയൊക്കെ കൂപ്പിക്കൊണ്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് ശ്രുതികുമാരി ലക്ഷ്മി എന്നാണ്. ഇന്ന് മുതൽ ഞാൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വെച്ച പോലെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ചിരിച്ച് കാണിക്കുക. ഇവളുടെ ഈ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഇവളെ ഒന്ന് ആക്കി കളിയാക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. ഇവളുടെ ഈ നിഷ്കളങ്കത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ ഇവരുടെ ചിരിയൊക്കെ കണ്ടപ്പോഴേക്കും ശ്രുതി അന്തം വിട്ട് ഇങ്ങനെ ഈശ്വര എന്തെങ്കിലും പന്തികേട് ഞാൻ പറഞ്ഞോ എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം നമ്മുടെ അശ്വിനെ അഞ്ജലി വിളിക്കുകയാണ്. അശ്വിൻ ഓഫീസിലിരിക്കുകയാണ്. ഹലോ ചേച്ചി, പറഞ്ഞോളൂ. നീ ബിസിയാണോ കുഞ്ഞാ? കുറച്ച്. എൻ്റെ ചേച്ചി വിളിച്ചത്? അല്ല, ഒന്നുമില്ല. നിൻ്റെ ഒരു ആരാധിക നിനക്ക് അയച്ച സമ്മാനം കൃത്യമായി ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എന്ത് ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? ആരാധിക സമ്മാനം അയച്ചു എന്നോ? എന്ത് സമ്മാനം? ആരുടെ ആരാധിക? എന്താണ്? ഡേടാ കിടന്ന് ഉരുളല്ലേടാ എൻ്റെ കുഞ്ഞാ. നിൻ്റെ പേരിൽ നിൻ്റെ ആരാധികയല്ലാതെ പിന്നെ ആരാടാ ഇങ്ങോട്ടേക്ക് ബൊക്കെ കൊറിയർ അയച്ചത്? അപ്പോഴേക്കും അശ്വിൻ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. അല്ല, ഫോർ മൈ ലവ് എന്നൊരു സ്ലിപ്പുണ്ട്, പേരൊന്നുമില്ല. അങ്ങനെ ഒരു കുറിപ്പ് വെച്ചിട്ട് നിൻ്റെ പേരിൽ ഇത് അയക്കാനായിട്ട് ആ കുട്ടിക്കല്ലാതെ മറ്റാർക്കാണടാ ഇത്ര ധൈര്യം? വേറെ ആർക്കും ധൈര്യം വരുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ മുത്തശ്ശി അത് കണ്ടു കേട്ടോ. മുത്തശ്ശി എന്നിട്ട് എന്ത് പറഞ്ഞു? എന്തായാലും ഭാഗ്യത്തിന് ആ കുറിപ്പ് കാണുന്നതിന് മുമ്പ് തന്നെ ഞാനതങ്ങോട്ട് മാറ്റി. അതുകൊണ്ട് നീ തൽക്കാലം രക്ഷപ്പെട്ടു. ലാവണ്യ എന്ത് പറയുന്നു കുഞ്ഞാ? എന്തിനായിരുന്നു അവളുടെ ഈ സർപ്രൈസ് ഗിഫ്റ്റ്? ഒന്നും പറഞ്ഞില്ലേ അവൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ പറഞ്ഞു, എൻ്റെ പൊന്നി ചേച്ചി ഞാൻ നല്ല ബിസിയാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് കോൾ അങ്ങോട്ട് കട്ട് ചെയ്തു കേട്ടോ. എന്തായാലും ട്രെയിനിങ്ങിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ശ്രുതിക്ക് നമ്മുടെ രേഷ്മയും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഈ ശ്രുതി ഓഫീസിൽ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. കമ്പ്യൂട്ടറിൽ ഓരോരുത്തർ സ്പീഡിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തതെന്നൊക്കെ വന്ന് നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ അവളോട് ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പം ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ രേഷ്മ ഒന്ന് ചോദിച്ചു, ഇതെന്താണെന്നറിയോ? ഇതാണ് ലാപ്ടോപ്പ്. കേട്ടിട്ടുണ്ടോ? ബെസ്റ്റ് കക്ഷിയോടെ ഇതൊക്കെ പറയുന്നത്. സ്വന്തമായിട്ടൊരു ഫോൺ പോലും ഇല്ലാത്ത ആളോട് ലാപ്ടോപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ നിനക്ക് അറിയാവോ? അതെനിക്കറിയാം, ഞാൻ ഈ സോഫ്റ്റ്വെയറൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഓഹോ, അങ്ങനെയാണോ? കമ്പ്യൂട്ടറിനെ കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയാം? അതൊക്കെ ഫയൽസൊക്കെ നോക്കാൻ അറിയാം, എനിക്ക് ടൈപ്പ് ചെയ്യാനും അറിയാം. ബാക്കി മാഡം എനിക്ക് പഠിപ്പിച്ചു തന്നാൽ ഞാൻ വേഗം പഠിച്ചെടുത്തോളാം. ബെസ്റ്റ്. എൻ്റെ പൊന്നു കൊച്ചെ, ഇവിടെ ചെയ്തു തീർക്കാൻ ആവശ്യത്തിലേറെ ജോലിയുണ്ട്. അതിനിടയിൽ നിന്നെ ഇതൊക്കെ പഠിപ്പിച്ചെടുക്കാനായിട്ട് നേരമുണ്ടോ? വേണമെങ്കിൽ നീ കണ്ടും കേട്ടും പഠിച്ചോ, അങ്ങനെ പഠിച്ചെടുത്താൽ നിനക്ക് കൊള്ളാം. അപ്പോൾ ശ്രുതി അവിടെ തന്നെ ഇരുന്നിങ്ങനെ കണ്ടും കേട്ടും പഠിക്കാനുള്ള തിരക്കില്ല. അപ്പോഴാണോ ലാപ്ടോപ്പിൽ ഫാഷൻ ഷോയുടെ കുറച്ച് ക്ലിപ്പിങ്സ് കാണുന്നത്. അയ്യോ എൻ്റെ കുട്ടി കൃഷ്ണ എന്നും പറഞ്ഞിട്ട്, അയ്യേ ഇതെന്താ ഇവരിങ്ങനെ തുണിയിലാണ് നടക്കണത്? എങ്ങനെ? അല്ല അതെ ഈ കുട്ടികളെന്താ ഈ വേഷത്തിൽ എന്ന് ശ്രുതി. എൻ്റെ പൊന്നു വെച്ചേ, ഇതിവിടുത്തെ ടോപ്പ് മോഡൽസാണ്. ഇവരിട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ നമ്മളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഡ്രസ്സോ? എത്ര പാവങ്ങളല്ലേ ഇവർ? പാവങ്ങളോ? വാട്ട് യു മീൻ? അല്ല, കിട്ടുന്ന കാശ് ഇവർക്ക് കഷ്ടിച്ചരി വാങ്ങാനല്ലേ തികയുള്ളൂ. അതുകൊണ്ടായിരിക്കുമല്ലോ എത്ര ചെറിയ ഡ്രസ്സും കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് തുണി മേടിക്കണ്ടേ അല്ലേ? പൊന്നേ, ഹോ ഗോഡ് രചന, എനിക്കെൻ്റെ കൺട്രോൾ പോണ്ട് കേട്ടോ എന്ന് രേഷ്മ പറയാം. അല്ല, ഈ ചിത്രങ്ങളെയൊക്കെ ഭംഗിയുള്ള ദൈവങ്ങളുടെ പടങ്ങളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തുവിടാം മാഡം. അതാകുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം തോന്നി പെട്ടെന്ന് മേടിക്കുകയും ചെയ്യും. എന്തേ, അതല്ലേ നല്ലത്? രചന, ഇവളെ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടേ എന്ന് രേഷ്മ ഇങ്ങനെ ചോദിക്കുക. ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. ഇവള് അട്ടർ വേസ്റ്റാണ്, വേസ്റ്റ്, ഫുൾ വേസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കിയിച്ചില്ല. പറഞ്ഞ അബദ്ധമായോ എന്നോർത്തിങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഈ കുഞ്ഞൻ്റെ മുറി കയറിയിട്ട് ആ പെണ്ണിനെ കുറിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അവിടെയുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് കിട്ടാണ്. കുറേ ഇവരുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഫീൽഡാണല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫോട്ടോസ്, കുറേ മോഡൽസിൻ്റെ ഫോട്ടോസ്. ഇനി ഇതായിരിക്കോ പെണ്ണെന്ന് പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് മനോരമ വന്നിട്ട് ഇത് കാണുന്നത്. മുത്തശ്ശി ഇവിടെ വന്നിട്ട് എന്തോ ഇങ്ങനെ തപ്പിപ്പറക്കി ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. നമ്മുടെ മുത്തശ്ശിക്ക് മനോരമയ്ക്ക് മനസ്സിലായില്ല. മനോരമ ഓർത്ത് ഈ ഇനി കല്യാണാലോചന വല്ലതും ആയിരിക്കുമോ കുഞ്ഞിന്? ഞാൻ അറിയാതെയോ ആ പെണ്ണിൻ്റെ ഫോട്ടോസ് വല്ലതും ആണോ നോക്കുന്നത് എന്നൊക്കെ ഓർത്തുകൊണ്ട് മനോരമ വന്ന് എത്തി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആരുടെ ഫോട്ടോ ഇവരുടെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒളിച്ചു തന്നതാണ്. പുള്ളിക്കാരിയുടെ സാരി തട്ടിയിട്ട് ഒരു ഫ്ലവർ വൈസ് താഴെ വീണു കേട്ടോ. അന്നേരവേ ഒച്ച കേട്ടു. മുത്തശ്ശി നോക്കി, മനോരമ വെട്ടു. മനോരമ എന്നിട്ട് ചിരിച്ച് കാണിക്കുക എന്ന് മുത്തശ്ശി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നും പറഞ്ഞിട്ട് നമ്മുടെ മനോരമ
അവിടെ പമ്മി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മുത്തശ്ശി ഓട്ടോസൊക്കെ വെച്ചിട്ട് വരിക. അല്ല അമ്മ എന്താ ഇവിടെ? ഇത് അശ്വിൻ്റെ മുറിയല്ലേ? ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് എന്താ ഓർമ്മക്കുറവ് വന്നിട്ടേ അമ്മയുടെ മുറിയാന്ന് വിചാരിച്ചിട്ട് അമ്മ കയറിയതാന്ന്. അല്ല അമ്മയെ പ്രായമായി കഴിയുമ്പോൾ അങ്ങനെ വരും ചിലർക്ക്. ഈ അങ്ങനെ ഒരു അമ്നേഷ്യ എന്ന് പറഞ്ഞിട്ട് രോഗമൊക്കെ വരും. എനിക്ക് അങ്ങനെ പല രോഗവും വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീട്ടിലുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എൻ്റെ ഓർമ്മയ്ക്കും ബുദ്ധിക്കും ഒന്നും ഒരു തകരാറ് സംഭവിച്ചിട്ടില്ല. പ്രായം ചെല്ലും തോറും അത് കൂടുതൽ തെളിഞ്ഞ് വരികയേ ഉള്ളൂ കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും എന്നിട്ട് മുത്തശ്ശി അങ്ങ് പോവാം. മനോരമ അയ്യടാ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. അല്ല അങ്ങനെ ഒരു കാര്യമില്ലാതെ അമ്മ യാശിൻ്റെ മുറി കയറി നോക്കത്തില്ല. അങ്ങനെയാണ് ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് യാശിൻ്റെ മുറി കയറിയിട്ട് ഈ പുള്ളിക്കാരിയും ഒരുപാട് തപ്പാണ്. തപ്പിക്കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് കുറച്ച് സാധനമൊക്കെ പുള്ളിക്കാരിക്ക് കൈ കിട്ടി. പുള്ളിക്കാരി അതെടുത്ത് ഇങ്ങനെ നോക്കുക കേട്ടോ. കുറേ പെണ്ണുങ്ങളുടെ ഫോട്ടോസ്. അയ്യോ ഈ കുറേ പെണ്ണുങ്ങളുടെ ഫോട്ടോസ് ഇവരെന്തിനാ ഇങ്ങനെ എടുത്ത് നോക്കിയത്? ഈ പെൺപിള്ളേർ ആരെങ്കിലും അശ്വിനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ വരാൻ വഴിയില്ല. തള്ളയ്ക്ക് ഇതേപോലെയുള്ള മോഡൽസിനെ ഒന്നും ഇഷ്ടമല്ലല്ലോ. പിന്നെ എന്തായിരിക്കും ഉദ്ദേശം എന്നൊക്കെ ഓർത്തുകൊണ്ട് മനോരമ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഫോട്ടോയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനോരമയ്ക്ക് ഒരു ആശയം തോന്നുന്നത്. രാത്രി വീട്ടിലിടാൻ കുറച്ച് ഇതുപോലെയൊരു കോസ്റ്റ്യൂംസ് തയ്പ്പിച്ചാലോ? മോനേട്ടന് എന്ത് തോന്നുമായിരിക്കും എന്നെ ഞാൻ ഇതൊക്കെ ഇട്ട് കണ്ടു കഴിയുമ്പോഴേക്കും. അല്ല എന്ത് തോന്നിയിട്ട് എന്ത് കാര്യം, മണ്ട പോയത് എങ്ങനെ തടം എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി ഓക്കെ, താങ്ക് യു.